concepts ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഡിസിഷൻ ട്രീ എന്താണ്, അതിന്റെ ബേസിക് കൺസെപ്റ്റുകളാണ് നമ്മളിപ്പം ഡിസ്കസ് ചെയ്യുന്നത് മോഡ്യൂൾ 4-ല്. അപ്പോൾ നമ്മൾ ഡിസിഷൻ ട്രീയുടെ എന്താണ് ഡിസിഷൻ ട്രീ, പിന്നെ ഡിസിഷൻ ട്രീ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാന്നൊക്കെ പറഞ്ഞു. അനഘ ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. അനഘ ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. അനഘ, പിന്നെ ഇതെങ്ങനെയാണ് ഗെയിന് കണ്ടുപിടിക്കുന്നത്? ഗെയിന് എൻട്രോപ്പി വെച്ചിട്ട് ഇക്വേഷൻ അല്ലേ? അല്ല, ഈ ഗെയിൻ എന്തിനു വേണ്ടിയിട്ടാണ് കണ്ടുപിടിക്കുന്നത്? അതായത് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഗെയിൻ ഓഫ് എൻ ആട്രിബ്യൂട്ട് കണ്ടുപിടിക്കുന്നത്? ഫോർ എക്സാമ്പിൾ, ഒരു ഡാറ്റ സെറ്റ് നിങ്ങൾക്ക് തന്നു. ഓക്കെ, ഞാൻ ആ ഡാറ്റ സെറ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, ദിസ് ഈസ് യുവർ ഡാറ്റ സെറ്റ്. നിങ്ങൾക്ക് എക്സാമിന് എപ്പോഴും ഒരു ഡാറ്റ സെറ്റ് ഇങ്ങനെ തരും. ഓക്കെ, ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന ഡാറ്റ സെറ്റ്. അപ്പോ സ്ക്രീന് കാണുന്നില്ല. ഓക്കെ, 1 മിനിറ്റ്. ഓക്കെ, ഇതാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഡാറ്റ സെറ്റ്. അപ്പോ ഇതിലെ ക്വസ്റ്റ്യൻ ഇതാണ്, നമുക്കൊരു ഡിസിഷൻ ട്രീ ക്രിയേറ്റ് ചെയ്യണം. ഡിസിഷൻ ട്രീയുടെ റൂട്ട് നോഡ് ഏതാണെന്ന് കണ്ടുപിടിക്കണം. ഓക്കെ, ക്വസ്റ്റ്യൻ ഇതാണ്. അതായത് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഡാറ്റ സെറ്റ് തന്നിട്ടുണ്ട്. ഈ ഡാറ്റ സെറ്റിനെ ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരു ഡിസിഷൻ ട്രീ ക്രിയേറ്റ് ചെയ്യണം. അപ്പൊ ഡിസിഷൻ ട്രീ ഫുള്ളായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ യൂണിവേഴ്സിറ്റിക്ക് വരില്ല. ഓക്കെ, കാരണം അത് കുറെ ടൈം എടുക്കും. അപ്പൊ ക്വസ്റ്റ്യൻ ഇതാണ്, ഫൈൻഡ് ദ റൂട്ട് ഓഫ് ദ ഡിസിഷൻ ട്രീ യൂസിങ് ദ ഡാറ്റ സെറ്റ്. ഓക്കെ, അതായത് ഡിസിഷൻ ട്രീയുടെ റൂട്ട് നോഡ് കണ്ടുപിടിക്കുക. ആ റൂട്ട് നോഡ് കണ്ടുപിടിക്കൽ തന്നെ ഒരുപാട് കാൽക്കുലേഷൻസ് ഉണ്ടാവും. അപ്പോ ഇതെങ്ങനെയാണ് നിങ്ങൾ സോൾവ് ചെയ്യാനൊക്കെ? നിങ്ങൾ എന്താണ് ബേസിക് ആയിട്ട് ചെയ്യുക? ഇങ്ങനെ തരുന്നതെങ്കിൽ ബേസിക് ആയിട്ട് എന്താ ചെയ്യുക? അത്രയും അറിയേണ്ട ആവശ്യമില്ല. ക്വസ്റ്റ്യൻ ഇതാണ്, ഫൈൻഡ് ദ റൂട്ട് ഓഫ് ദ ഡിസിഷൻ ട്രീ, റൂട്ട് നോഡ് ഓഫ് ദ ഡിസിഷൻ ട്രീ യൂസിങ് ദ ഡാറ്റ സെറ്റ്. നിങ്ങൾ എന്താ ചെയ്യുക? എനിക്ക് അത് പറഞ്ഞു, നമ്മൾ എന്താ ചെയ്യുക, നമ്മുടെ പ്രൊസീജിയർ എന്താ ചെയ്യുക? ഓക്കെ, അഖിൽ ഒന്ന് റെസ്പോണ്ട് ചെയ്ത്. അഖില ഒന്ന് റെസ്പോണ്ട് ചെയ്ത്. അഖില എന്താ ചെയ്യുക? അതായത് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഡാറ്റ സെറ്റ് തന്നിട്ട് നിങ്ങളോട് ഡിസിഷൻ ട്രീയുടെ റൂട്ട് നോഡ് കണ്ടുപിടിക്കാൻ വേണ്ടി പറഞ്ഞാല് നിങ്ങൾ എന്തായിരിക്കും ചെയ്യുക? എല്ലാ ആട്രിബ്യൂട്ടിന്റെയും ഗെയിൻ ആദ്യം കാണും. അതാണ് പോയിന്റ്. അതായത് നിങ്ങൾ എന്ത് ചെയ്യും, ഇതിൽ തന്നിരിക്കുന്ന ആട്രിബ്യൂട്ട്സിന്റെ ഓരോ ആട്രിബ്യൂട്ടിന്റെ എന്ത് കാൽക്കുലേറ്റ് ചെയ്തെടുക്കും? ഗെയിന് കാൽക്കുലേറ്റ് ചെയ്യും. ഓക്കെ, അപ്പോ ഗെയിന്, എന്നിട്ട് മാക്സിമം ഗെയിന് തരുന്ന ആട്രിബ്യൂട്ട് നമ്മൾ എന്തായിട്ട് സെറ്റ് ചെയ്യും? റൂട്ടായിട്ട് സെറ്റ് ചെയ്യണം. ഓക്കെ, അപ്പൊ നമ്മൾ എന്തൊക്കെ ചെയ്യണമെന്ന് വെച്ചാൽ ഗെയിൻ ഓഫ് ഔട്ട്ലുക്ക് കണ്ടുപിടിക്കണം, ഗെയിൻ ഓഫ് ടെമ്പറേച്ചർ കണ്ടുപിടിക്കണം, ഗെയിൻ ഓഫ് ഹ്യൂമിഡിറ്റി കണ്ടുപിടിക്കണം, ഗെയിൻ ഓഫ് വിൻഡ് കണ്ടുപിടിക്കണം. ഇത്രയും ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ എക്സാമിന്റെ പകുതി ടൈം ഒന്ന് തീരും. ഓക്കെ, അപ്പോ ഒരിക്കലും ഡിസിഷൻ ട്രീ ഫുള്ളായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും ഇതുവരെ വന്നിട്ടില്ല. യൂഷ്വലി ചോദിക്കുന്നത് റൂട്ട് നോഡ് കണ്ടുപിടിക്കുക. അതായത് നിങ്ങൾക്കൊരു ഡാറ്റ സെറ്റ് തന്നിട്ട് ആ ഡാറ്റ സെറ്റ് വെച്ചിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഡിസിഷൻ ട്രീയുടെ റൂട്ട് നോഡ് കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻ വരും. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇതാണ്, അതായത് ഒരു ഡാറ്റ തന്നാല് ഈ ഡാറ്റേനെ ബെസ്റ്റ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്ന ആട്രിബ്യൂട്ട് ആയിരിക്കും റൂട്ട് നോഡ്. അപ്പൊ നമ്മൾ അങ്ങനെയുള്ള റൂട്ട് നോഡ് കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്യും? വി വിൽ കാൽക്കുലേറ്റ് ദ ഗെയിൻ ഓഫ് ഈച്ച് ആട്രിബ്യൂട്ട്. അപ്പൊ ഇവിടെ നമ്മൾ ഒരു കേസ് സ്റ്റഡി പോലെ, ഇത് നമ്മളിപ്പം ചെയ്തതെന്ന് വെച്ചാൽ ഒരു കേസ് മാത്രം എടുത്ത് ചെയ്തു നോക്കി. ഓക്കെ, നമ്മളിപ്പം ചെയ്തത് വിൻഡിന്റെ എന്ത് കണ്ടുപിടിച്ചു? ഗെയിന് കണ്ടുപിടിച്ചു. ഓക്കെ, അപ്പൊ വിൻഡിന്റെ ഗെയിൻ എങ്ങനെയാണ് കണ്ടുപിടിച്ചതെന്ന് നോക്കിയേ. അപ്പൊ ബാക്കി നിങ്ങൾക്ക് ഞാൻ അസൈൻമെന്റ് ആയിട്ട് തരുക ചെയ്യുന്നത്. അപ്പോ ഈ ഒരു മോഡ്യൂളിൽ നിന്ന് ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് പ്രോബ്ലം ആയിട്ട് വരിക. പ്രോബ്ലം ആയിട്ട് വരുന്നത് ഈ ഒരു സെക്ഷൻസ് എന്നുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും.
ഡിസിഷൻ ട്രീ ക്രിയേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതില് ഇതാ ഗെയിന് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ ഏതാണ്? ഗെയിൻ ഓഫ് എസ് കോമ എ. ഇതാണ് ജനറൽ ഇക്വേഷൻ. അപ്പൊ എസ് എന്ന് വെച്ചാൽ നമ്മൾ കൺസിഡർ ചെയ്യുന്ന സാമ്പിൾ ഡാറ്റ, എ എന്ന് വെച്ചാൽ ആട്രിബ്യൂട്ട്. ഈ ആട്രിബ്യൂട്ടിന്റെ ഗെയിൻ ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഫസ്റ്റ് എൻട്രോപ്പി ഓഫ് എസ് കാൽക്കുലേറ്റ് ചെയ്യും. നമുക്ക് തന്നിരിക്കുന്ന ടോട്ടൽ സാമ്പിളിന്റെ എന്ത് കണ്ടുപിടിക്കും? എൻട്രോപ്പി കണ്ടുപിടിക്കും. ഓക്കെ, അത് ഫിക്സഡ് ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് എന്ത് ചെയ്യുന്ന വെച്ചാൽ നമ്മൾ ഈ ഒരു ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഈ ഒരു ഇക്വേഷൻ സെക്കൻഡ് പാർട്ടായിട്ട് ഈ ഒരു ഇക്വേഷൻ വരും. ഓക്കെ, അതായത് ഈ ഇക്വേഷനിൽ കാണാം, അതായത് ആ ഒരു പെർട്ടിക്കുലർ ആട്രിബ്യൂട്ടിന്റെ വാല്യൂസ് കണ്ടുപിടിക്കും. വാല്യൂസ് ഓഫ് എ കണ്ടുപിടിക്കും. എന്നിട്ട് അത് ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക മോഡ് എസ് വി ബി മോഡ്. അപ്പൊ അങ്ങനെ നമ്മൾ ചെയ്തിട്ട് ഈ ഒരു എക്സാമ്പിൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സോൾവ് ചെയ്തിട്ടുണ്ട്. ഗെയിൻ ഓഫ് എസ് കോമ വിൻഡ്. അപ്പൊ ഗെയിൻ ഓഫ് എസ് കോമ വിൻഡ് എന്നത് നമ്മൾ സോൾവ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഗെയിൻ ഓഫ് എസ് കോമ വിൻഡ് എന്നത് നമ്മൾ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെ കണ്ടുപിടിക്കുന്നു എന്ന് ഡിസ്കസ് ചെയ്തു. ഇതുപോലെ തന്നെ നിങ്ങൾ ഒരു അസൈൻമെന്റ് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് സോൾവ് ചെയ്യേണ്ടതെന്നൊക്കെ അപ്പോഴും മനസ്സിലാവും. ഓക്കെ, അപ്പൊ അത് നിങ്ങൾ ചെയ്ത് നോക്കുക. എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്താൽ ഇതിന്റെ ഗെയിന് 0.048 ആയിരിക്കും. അപ്പൊ ഇതുപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? സിമിലർലി ഫൈൻഡ് ഔട്ട് ദ ഗെയിൻ ഓഫ് ഈച്ച് ആട്രിബ്യൂട്ട്. എന്ത് ചെയ്യണം? ഓരോ ആട്രിബ്യൂട്ടിന്റെയും ഗെയിന് നമ്മൾ എടുത്തിട്ട് കാൽക്കുലേറ്റ് ചെയ്യണം. പിന്നെ സെലക്ട് ദ ആട്രിബ്യൂട്ട് ഹാവിംഗ് ദ ഹയസ്റ്റ് ഗെയിൻ വിച്ച് ഇസ് ദ റൂട്ട് ആട്രിബ്യൂട്ട്. അപ്പൊ ഈ ഒരു പ്രോബ്ലം ഷുവർ ആണ്, നിങ്ങൾ അത് എന്തായാലും പഠിച്ചിരിക്കണം. അപ്പൊ അതിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യം ഇതാണ്. ഓക്കെ, അത് നിങ്ങൾക്ക് അസൈൻമെന്റ് ആയിട്ട് തരാം, കാരണം അത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്ന ചെയ്യണം. ഓക്കെ, സോ ഞാൻ അസൈൻമെന്റ് തരും. സോ ഇത് ചെയ്യുക. ഡൗട്ട് ഉണ്ടെങ്കിൽ അന്നേരം ചോദിക്കുക. അതായത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അന്നേരം ചോദിച്ചാൽ മതി, ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, സോ നെക്സ്റ്റ് നമ്മൾ കഴിഞ്ഞ ക്ലാസ് ഡിസ്കസ് ചെയ്തത് ക്ലാസിഫിക്കേഷൻ ആൻഡ് റിഗ്രഷൻ ട്രീ, കാട്ട് എന്ന കൺസെപ്റ്റാണ്. അപ്പോൾ കാട്ട് എന്ന കൺസെപ്റ്റ് എന്താണെന്ന് വെച്ചാല്, അതായത് ഒരു ട്രീ തന്നെ നമുക്ക് എന്തിനു വേണ്ടി യൂസ് ചെയ്യാം? ക്ലാസിഫിക്കേഷന് യൂസ് ചെയ്യാം, പിന്നെ റിഗ്രഷൻ ടാസ്കിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതിന്റെ കൺസെപ്റ്റ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇങ്ങനെ ഒരു ഫീച്ചർ സ്പേസ് തരും. ഓക്കെ, ഇൻപുട്ട് ഫീച്ചർ സ്പേസ് തന്നു. അപ്പൊ എന്ത് ചെയ്യാന്ന് വെച്ചാല് നമ്മൾ ഇതിനെ യൂസിങ് സം മെത്തേഡ്, ഓക്കെ, ഒന്നുകിൽ മാനുവൽ ആയിട്ട് അല്ലെങ്കിൽ യൂസിങ് സം അൽഗോരിതംസ് നമ്മൾ എന്ത് ചെയ്തു? ഇതിനെ പാർട്ടീഷൻ ചെയ്യും. ഓക്കെ, we will partition this into different regions like this. Okay, so എന്നിട്ട് ഇതിൽ ഓരോ റീജിയനും ഓരോ നെയിം കൊടുക്കും. ഇത് R1, ഓക്കെ, R2, ഇങ്ങനെ ഡിഫറെന്റ് നെയിം കൊടുക്കും. അതിനുശേഷം ഈ ഒരു പാർട്ടീഷൻഡ് ഫീച്ചർ സ്പേസിനെ ബേസ് ചെയ്തിട്ട് എന്ത് ചെയ്യണം? നമ്മളൊരു ട്രീ ക്രിയേറ്റ് ചെയ്യണം. അപ്പൊ ഞാൻ ഓൾറെഡി പറഞ്ഞു, അതായത് ഈ R1 എന്ന റീജിയനെ എങ്ങനെയാണ് നമുക്ക് ഒരു ട്രീ ആക്കി മാറ്റാൻ പറ്റുക? R1 എന്ന റീജിയനെ നമ്മൾ ഒരു ട്രീ ആയിട്ട് എങ്ങനെ എക്സ്പ്രസ് ചെയ്യും? അപ്പൊ ഇതാണ് അതിന്റെ സിറ്റുവേഷൻ. അതായത് x1 എന്ന ഫീച്ചറിന്റെ വാല്യൂ ലെസ് ദാൻ ഓർ ഈക്വൽ ടു θ1 yes ആണ്. ദെൻ x2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു θ2 yes ആണെങ്കിൽ അത് റീജിയൻ R1 ആയിരിക്കും. ഓക്കെ, അതായത് നമ്മള് ഇതാണ്, അതായത് ഇതിന്റെ x1ന്റെ വാല്യൂ ലെസ് ദാൻ θ1ഉം x2ന്റെ വാല്യൂ ലെസ് ദാൻ θ2 ആണെങ്കിൽ അത് മസ്റ്റ് ആയിട്ട് ഷുവർ ആയിട്ട് റീജിയൻ R1 ആയിരിക്കും. അപ്പൊ റീജിയൻ R1ന്റെ കണ്ടീഷൻ നമ്മൾ ഇതിനകത്ത് നിന്ന് മനസ്സിലാക്കും. എന്നിട്ട് ആ ഒരു കണ്ടീഷനെ നമ്മൾ ഒരു ട്രീ ആയിട്ട് എക്സ്പ്രസ് ചെയ്തു. അപ്പോൾ അതിലൊരു പാത്താണിത്. അതിലൊരു പാത്താണ് ഇവിടെ തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു പാത്ത് തന്നു. ഇതുപോലെ തന്നെ നമ്മൾ ആ ട്രീയിലെ ഡിഫറെന്റ് പാത്ത് ഡിഫറെന്റ് റീജിയൻസിന് വേണ്ടി ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, അപ്പൊ ഇങ്ങനെ ട്രീ ക്രിയേറ്റ് ചെയ്യും. പിന്നെ ഇത് വേണമെങ്കിൽ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ട് നിങ്ങളോട് കാർട്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ക്വസ്റ്റ്യൻ വരാം. ഓക്കെ, അതായത് ഇങ്ങനെ ഒരു പാർട്ടീഷൻഡ് റീജിയൻ തന്നിട്ട് നിങ്ങളോട് പറയാം ഡ്രോ ദ കറസ്പോണ്ടിങ് കാർട്ട്. അപ്പൊ നിങ്ങൾക്ക് ആ കണ്ടീഷൻ യൂസ് ചെയ്തിട്ട് ഇങ്ങനെ ചെയ്യാവുന്നതേ ഉള്ളൂ. എനിവേ, ഇതിന്റെ ആപ്ലിക്കേഷൻ എന്ന് വെച്ചാൽ ക്ലാസിഫിക്കേഷന്റെ കേസിൽ ഇതെങ്ങനെയാണ് അപ്ലൈ ചെയ്യുക?
ഒരാളൊന്ന് പറഞ്ഞ്, അനഘ ഒന്ന് പറഞ്ഞ്, ക്ലാസിഫിക്കേഷന്റെ കേസിൽ എങ്ങനെയാണ് ഇത് അപ്ലൈ ചെയ്യുന്നത്? നമ്മൾ പറഞ്ഞു ഇതൊരു കാർട്ട്, ഇതൊരു ഡിസിഷൻ ട്രീ ആണ്. ഇത് ക്ലാസിഫിക്കേഷന് വേണ്ടി യൂസ് ചെയ്യാം, എന്തിനു വേണ്ടിയിട്ടും യൂസ് ചെയ്യാം, റിഗ്രഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ ക്ലാസിഫിക്കേഷന് വേണ്ടിയിട്ടാണെങ്കിൽ ഇതെങ്ങനെ യൂസ് ചെയ്യാൻ പറ്റുമോ നമുക്ക്? കൺസെപ്റ്റ് എന്താണ്? അതായത് നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാല് ഒരു ന്യൂ ഇൻസ്റ്റൻസ് കൊടുക്കുക, ഒരു ന്യൂ ഇൻസ്റ്റൻസ് ഇൻപുട്ട് ആയിട്ട് കൊടുക്കുന്നു. അപ്പോൾ ആ ഇൻപുട്ട് ഇൻസ്റ്റൻസ് കൊടുത്താല് നമ്മൾ ഈ ട്രീയിൽ അതിനെ ബേസ് ചെയ്തിട്ട് സെർച്ച് ചെയ്യും. എന്നിട്ട് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ റീജിയനിൽ നമ്മൾ എൻഡ് ചെയ്യും. ഓക്കെ, അതായത് നമ്മളിവിടെ 2 പാരാമീറ്ററുള്ള x1ഉം x2 ആണ് ഇവിടുത്തെ ഇൻപുട്ട് ഫീച്ചേഴ്സ്. ഇതിന് സം വാല്യൂ കൊടുത്താല് നമ്മൾ ഈ ട്രീനെ ബേസ് ചെയ്തിട്ട് സെർച്ച് പെർഫോം ചെയ്യും ടെസ്റ്റിംഗ് ടൈമിൽ. എന്നിട്ട് ഏതെങ്കിലും ഒരു റീജിയനിൽ റീച്ച് ചെയ്യും. സപ്പോസ് ഞാൻ R3 എന്ന റീജിയനിലാണ് റീച്ച് ചെയ്തത്. അപ്പോൾ ക്ലാസിഫിക്കേഷൻ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ഇവിടെ R3 എന്ന റീജിയൻ ഇതാണ് അല്ലെ, ഇതാണ് R3. അപ്പൊ ഈ R3യിലെ എല്ലാ എക്സാമ്പിൾസും ലേബൽ എന്താണ്? അഖിലെ ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. R3 എന്ന റീജിയനിലെ എക്സാമ്പിൾസിന്റെ ലേബൽ എന്താണ്? നെഗറ്റീവ് അല്ലേ? അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യും? നെഗറ്റീവ്. ഹലോ സാരംഗ പ്രസന്റ് ആണോ? ഹലോ സാർ. സാരംഗ, ഇതെങ്ങനെ ലേബൽ ചെയ്യാം? സപ്പോസ് R3 എന്ന ക്ലാസ്സിൽ വന്നത്, അപ്പോൾ ഔട്ട്പുട്ട് എന്താ വരുക ക്ലാസിഫിക്കേഷന്റെ കേസിൽ? നെഗറ്റീവ്. R3യിലെ എല്ലാ എക്സാമ്പിൾസും നെഗറ്റീവ് ആയിട്ടാണ് ലേബൽ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ന്യൂ ഇൻസ്റ്റൻസ് ഏത് ക്ലാസ്സിൽ ബിലോങ് ചെയ്യും? നെഗറ്റീവ് ക്ലാസ്സിലായിരിക്കും ബിലോങ് ചെയ്യാം. അപ്പോൾ ഓരോ റീജിയനിൽ എങ്ങനെ ലേബൽ ചെയ്തിരിക്കുന്നു അതായിരിക്കും അതിന്റെ കറസ്പോണ്ടിങ് ഔട്ട്പുട്ട് ക്ലാസ്. ഓക്കെ, ആ ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കുക. ഇനി ക്ലാസിഫിക്കേഷൻ ആണെങ്കിൽ എന്താ ചെയ്യാം? സപ്പോസ് ഞാൻ R3 എന്ന റീജിയനിൽ എത്തി. ക്ലാസിഫിക്കേഷൻ അല്ല, റിഗ്രഷൻ ആണ്. റിഗ്രഷൻ ആണെങ്കിൽ ഇതെങ്ങനെയാ സോൾവ് ചെയ്യാം? റിഗ്രഷൻ ആണെങ്കിൽ എങ്ങനെയാ സോൾവ് ചെയ്യുക ഇത്? ഇതിൽ കുറെ പോയിന്റ്സ് ഇല്ലേ? ഈ പോയിന്റ്സിന്റെ ഒക്കെ എന്ത് ചെയ്യാം? ഒരു ആവറേജ് വാല്യൂ എടുക്കും. ഓരോ പോയിന്റിനും ഒരു വാല്യൂ ഉണ്ടെങ്കിൽ ആ വാല്യൂ ഒക്കെ ആഡ് ചെയ്ത് ഒരു ആവറേജ് വാല്യൂ എടുത്താൽ മതി. റിഗ്രഷൻ എന്ന് വെച്ചാൽ എപ്പോഴും കണ്ടിന്യൂസ് ഔട്ട്പുട്ട് ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതാണ് കൺസെപ്റ്റ്. എങ്ങനെയാണ് ചെയ്യുന്നത് അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇൻ ദ കേസ് ഓഫ് ക്ലാസിഫിക്കേഷൻ, when a new instance is given, the decision tree find out in which region the instance will come and class label of that region is attached as new instance. Example, suppose new instance falls in region 4, then new instance is labeled as class positive. In the case of a regression problem, then the target value attached to that new instance is a real value. അപ്പോൾ റിഗ്രഷന്റെ കേസിൽ ടാർജറ്റ് വാല്യൂ റിയൽ വാല്യൂ ആയിരിക്കും. അപ്പൊ നമ്മൾ ചെയ്യുന്ന കാര്യം, എക്സാമ്പിൾ എന്ത് ചെയ്യുന്നു? ആവറേജ് ഓഫ് ഓൾ ഡാറ്റ പോയിന്റ്സ് ഇൻ ദാറ്റ് റീജിയൻ എക്സെട്ര, അങ്ങനെ എന്തെങ്കിലും ഒരു മെഷർ എടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇതൊരു എക്സാമ്പിൾ ആണ്. ആവറേജോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് ആ ഡാറ്റ പോയിന്റ്സിന്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യും. ഇതാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കുക. അപ്പൊ അടുത്തതായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത്, കാർട്ട് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ്. കാർട്ട് യൂഷ്വലി എക്സാമിന് ചോദിക്കുന്ന ഒരു സെക്ഷൻ ആണ്. 5 or 6 മാർക്കിന് ചോദിക്കാണ്ട് എക്സ്പ്ലെയിൻ ദ കൺസെപ്റ്റ് ഓഫ് കാർട്ട്. നെക്സ്റ്റ് ഇഷ്യൂസ് ഇൻ ഡിസിഷൻ ട്രീ ലേണിംഗ്. അതായത് ഡിസിഷൻ ട്രീ ലേണിംഗിൽ എന്തൊക്കെ ഇഷ്യൂസ് ആണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ ഇതിലെ ഇഷ്യൂസ് പറയുന്നത് ഇതും എക്സാമിന് ചോദിക്കുന്ന തന്നെയാണ്. വിച്ച് ആർ ദ ഡിഫറെന്റ് ഇഷ്യൂസ്? 4 മാർക്കിനൊക്കെ എക്സാമിന് ക്വസ്റ്റ്യൻ വരുന്നതാണ് ഈ ഒരു മോഡ്യൂളിൽ നിന്ന്. അപ്പൊ ഇവിടെ 6 പോയിന്റ്സ് ഉണ്ട്. ഏതൊക്കെയാണ് ഇഷ്യൂസ് പറഞ്ഞിരിക്കുന്നത്? ഡിറ്റർമൈനിങ് ഹൗ ഡീപ്ലി ദ ഡിസിഷൻ ട്രീ ഗ്രോസ്. അതായത് നമുക്കറിയാം ഒരു ട്രീ ആണ്, ആ ട്രീന് ഒരു ഡെപ്ത് ഉണ്ടാവും. ആ ഡെപ്ത് എത്ര വേണമെന്ന് ഡിറ്റർമൈൻ ചെയ്യാം. ഓക്കെ, അതായത് ആ ഡെപ്ത് എന്ന് വെച്ചാൽ ആ ട്രീയുടെ എഫിഷ്യൻസിനെ ഡിപ്പെൻഡ് ചെയ്യും. ഇപ്പം വളരെ ഹൈ ഡെപ്ത് ആണെങ്കിൽ അതിൽ സെർച്ചിങ് വളരെ ഡിഫിക്കൽട്ട് ആയിരിക്കും. സോ നമ്മൾ അതിന്റെ ഡെപ്ത് ഡിറ്റർമൈൻ ചെയ്യണം. അതൊരു ഇഷ്യൂ ആണ്. ഓക്കെ, ഇറ്റ് ഇസ് എൻ ഇഷ്യൂ.
സോ ഡിറ്റർമൈനിങ് ഹൗ ഡീപ്ലി ദ ഡിസിഷൻ ട്രീ ഗ്രോസ് അതൊരു ഇഷ്യൂ ആണ്. നെക്സ്റ്റ് ഇഷ്യൂ എന്ന് വെച്ചാൽ ഹാൻഡിലിംഗ് കണ്ടിന്യൂസ് വാല്യൂഡ് ആട്രിബ്യൂട്ട്. അതായത് നമ്മൾ പറഞ്ഞു ആട്രിബ്യൂട്ട്സിന് ഡിഫറെന്റ് വാല്യൂസ് ഉണ്ട്. ഓക്കെ, അത് കണ്ടിന്യൂസ് വാല്യൂഡ് ആണെങ്കിൽ, അതായത് റിയൽ വാല്യൂഡ് ആണെങ്കിൽ എങ്ങനെ അതിനെ ഹാൻഡിൽ ചെയ്യും? ഓക്കെ, ഇപ്പൊ ഞാൻ ഈ ഒരു ഡാറ്റ സെറ്റിലോട്ട് പോകുന്നു. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ഡാറ്റ സെറ്റ്. നോക്കുക, നമ്മളെപ്പോഴും ഇവിടെ സ്റ്റാൻഡേർഡ് ആയിട്ട് റെഫർ ചെയ്യുന്ന ഒരു ഡാറ്റ സെറ്റ് ആണ് ഇത്. ഓക്കെ, അപ്പൊ ഈ ഡാറ്റ സെറ്റ് എന്ത് ടൈപ്പ് വാല്യൂസാ ഉള്ള ആട്രിബ്യൂട്ടിന്? ഡിസ്ക്രീറ്റ് ആണോ, കണ്ടിന്യൂസ് ആണോ, അല്ലെങ്കിൽ കാറ്റഗോറിക്കൽ ആട്രിബ്യൂട്ട് ആണോ, ആട്രിബ്യൂട്ട് വാല്യൂ ആണോ, കണ്ടിന്യൂസ് ആട്രിബ്യൂട്ട് വാല്യൂ ആണോ ഇതിനുള്ളത്? ബേബി ശ്രീഷ്മ ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. ബേബി ശ്രീഷ്മ. ഈ ഡാറ്റ സെറ്റിലെ ആട്രിബ്യൂട്ട് വാല്യൂസ് ഏത് ടൈപ്പ് ആണ്? ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. അനക്ക് ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. ആനൊക്കെ പറഞ്ഞ സർ ഡിസ്ക്രീറ്റ് വാല്യൂസ് അല്ലേ? ഇതെന്ത് ടൈപ്പ് ആട്രിബ്യൂട്ട് വാല്യൂ ആണുള്ളത്? അതായത് ഇവിടെ ഔട്ട്ലുക്ക് എടുത്തു ഞാൻ. ഔട്ട്ലുക്ക് എടുക്കുന്ന ആട്രിബ്യൂട്ട് വാല്യൂ ഏതാണ്? കാറ്റഗോറിക്കൽ ആണ്. സണ്ണി, ഓവർകാസ്റ്റ് അല്ലെങ്കിൽ ഡിസ്ക്രീറ്റ് ആണ്. അങ്ങനത്തെ ഒരു പെർട്ടിക്കുലർ ഇതിലാണ് വാല്യൂസ് ആണ് വരുന്നത്. അപ്പൊ ഇത് കാറ്റഗോറിക്കൽ വാല്യൂസ് എന്ന് പറയും. അതേസമയം സപ്പോസ് ഈ ഔട്ട്ലുക്ക് ടെമ്പറേച്ചർ എടുക്കുന്നു. ടെമ്പറേച്ചർ എന്ന് വെച്ചാൽ 37.5. ഓക്കെ, ഹോട്ട് കൂൾ എന്നല്ല, 37.5, പിന്നെ 39.6. നിങ്ങളിപ്പോ എൻട്രൻസിൽ നിങ്ങളുടെ ടെമ്പറേച്ചർ എഴുതുന്നില്ലേ, അതൊക്കെ എന്താണ്? കണ്ടിന്യൂസ് വാല്യൂഡ് ടൈപ്പ് ആണ്. ഓക്കെ, അപ്പോ ആട്രിബ്യൂട്ട് വാല്യൂ കണ്ടിന്യൂസ് ടൈപ്പ് ആണെങ്കിൽ, അല്ലെങ്കിൽ ഡിസ്ക്രീറ്റ് അല്ലെങ്കിൽ റിയൽ വാല്യൂഡ് ആണെങ്കിൽ അതിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് ഒരു ഇഷ്യൂ ആയിട്ട് വരും. ഓക്കെ, അതാണ് രണ്ടാമത്തെ ഇഷ്യൂ ആയിട്ട് ഇതിൽ പറയുന്നത്. ഓക്കെ, ആ കൺസെപ്റ്റ് മനസ്സിലാക്കുക. വിച്ച് ആർ ദ ഡിഫറെന്റ് ഇഷ്യൂസ് ഇൻ ഡിസിഷൻ ട്രീ ലേണിംഗ്. ഓക്കെ, അപ്പൊ ഡിസിഷൻ ട്രീ ലേണിംഗിൽ എന്തൊക്കെയാണ് ഇഷ്യൂസ് ഉള്ളത്? അപ്പോൾ ഇവിടെ രണ്ടാമത് പറയുന്ന ഹാൻഡിലിംഗ് കണ്ടിന്യൂസ് വാല്യൂഡ് ആട്രിബ്യൂട്ട്. ചിലപ്പോൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ആ ആട്രിബ്യൂട്ട് വാല്യൂ ഒരു റേഞ്ച് തരും. അതായത് 1 to 5 ഇങ്ങനെയൊക്കെ തരും ചിലപ്പോൾ. ഓക്കെ, അതായത് ആ ആട്രിബ്യൂട്ട് വാല്യൂ ഒരു റേഞ്ച് തരും ഇങ്ങനെ. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ആട്രിബ്യൂട്ട് വാല്യൂസ് വന്നാൽ എങ്ങനെ ഹാൻഡിൽ ചെയ്യാമെന്നത് സെക്കൻഡ് ഇഷ്യൂ ആയിട്ട് വരും. തേർഡ് എന്താണ്? ഹാൻഡിലിംഗ് ട്രെയിനിങ് ഡാറ്റ വിത്ത് മിസ്സിംഗ് ആട്രിബ്യൂട്ട്. അതായത് ട്രെയിനിങ് ഡാറ്റയില് എന്തുണ്ട്? ചില ആട്രിബ്യൂട്ട്സിന് വാല്യൂസ് ഇല്ല. ഓക്കെ, അതായത് ഡാറ്റ സെറ്റില് ചില ആട്രിബ്യൂട്ട്സ്, ചില ട്രെയിനിങ് എക്സാമ്പിൾസിന്റെ ആട്രിബ്യൂട്ട് വാല്യൂസ് മിസ്സിംഗ് ആണ്. അതിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം? ഓക്കെ, അതാണ് അടുത്ത ഇഷ്യൂ. ദെൻ ചൂസിങ് ആൻ അപ്രോപ്രിയേറ്റ് ആട്രിബ്യൂട്ട് സെലക്ഷൻ മെഷർ. ഇതാണ് അടുത്ത ഇഷ്യൂ. എന്താന്ന് വെച്ചാൽ ചൂസിങ് ആൻ അപ്രോപ്രിയേറ്റ് ആട്രിബ്യൂട്ട് സെലക്ഷൻ മെഷർ. അതായത് നമ്മൾ പറഞ്ഞു ഓരോന്നിനും ഓരോ ആട്രിബ്യൂട്ട് ഇതുണ്ടാവും. അതായത് നമ്മൾ ഈ കേസിൽ, നമ്മൾ ഇതുവരെ ചെയ്ത കേസസിൽ നമ്മൾ ഏത് മെഷറിനെ ബേസ് ചെയ്തിട്ടാണ് ബെസ്റ്റ് ആട്രിബ്യൂട്ട് ആണെന്ന് കണ്ടുപിടിച്ചത്? സാരംഗ ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. ഇതുവരെ ചെയ്തതിൽ നമ്മൾ ഏത് മെഷറാ യൂസ് ചെയ്ത് ബെസ്റ്റ് ആട്രിബ്യൂട്ടിനെ കണ്ടുപിടിക്കാൻ? ഇൻഫർമേഷൻ ഗെയിൻ അല്ലേ യൂസ് ചെയ്തത്? അതുപോലെ തന്നെ ഡിഫറെന്റ് മെഷേഴ്സ് ഉണ്ട്. ഗീനി ഇൻഡെക്സ്, ഓക്കെ, അങ്ങനെയുള്ള ഡിഫറെന്റ് മെഷേഴ്സ് ഉണ്ട്. അപ്പൊ അത് ഏതാണ് ചൂസ് ചെയ്യേണ്ടത് എന്നൊക്കെയുള്ള ഇഷ്യൂസ്. അപ്പൊ അത് നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. ഗിനി ഇൻഡെക്സ് എന്നൊരു മെഷർ ഉണ്ട്. ഓക്കെ, അപ്പോ അതിനെ കുറിച്ചൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഡിഫറെന്റ് സെലക്ഷൻ ആട്രിബ്യൂട്ട് സെലക്ഷൻ മെഷർ ഏതാണ്? ഒന്നെന്ന് വെച്ചാൽ ഇൻഫർമേഷൻ ഗെയിൻ ആണ്. ഇൻഫർമേഷൻ ഗെയിൻ മാത്രമല്ല ഉള്ളത്,
ഗിനി ഇൻഡെക്സ്, പിന്നെ അങ്ങനത്തെ കുറച്ച് ഡിഫറെന്റ് മെഷേഴ്സ് ഉണ്ട്. അപ്പോൾ അത് നമുക്ക് ഡിസ്കസ് ചെയ്യണം. പിന്നെ അടുത്തെന്ന് വെച്ചാൽ ഓവർ ഫിറ്റിങ്ങും അണ്ടർ ഫിറ്റിങ്ങും വരും. ഡിസിഷൻ ട്രീന്റെ കേസിൽ ഓവർ ഫിറ്റിങ് അണ്ടർ ഫിറ്റിങ് കേസസ് വരും. അതെങ്ങനെ ഹാൻഡിൽ ചെയ്യണം. പിന്നെ ലാസ്റ്റ് ഇഷ്യൂ എന്ന് വെച്ചാൽ കമ്പ്യൂട്ടേഷണൽ എഫിഷ്യൻസി എങ്ങനെ ഇംപ്രൂവ് ചെയ്യാം. ഞാൻ പറഞ്ഞു, അതായത് ഒരു ഡിസിഷൻ ട്രീയുടെ ഡെപ്ത്, അത് എത്രത്തോളം അത് ഡെപ്ത് ഉണ്ട്, അതൊക്കെ ഇതിന്റെ എഫിഷ്യൻസിനെ ഡിറ്റർമൈൻ ചെയ്യുന്ന പാരാമീറ്റേഴ്സാണ്. അപ്പോൾ അത് ഹാൻഡിൽ ചെയ്യണം. അപ്പൊ ഇത്രയാണ് ഡിഫറെന്റ് ഇഷ്യൂസ് ഇൻ ഡിസിഷൻ ട്രീ ലേണിംഗ്. ചിലപ്പോൾ എക്സാമിന് ഇത് ഡയറക്റ്റ് ആയിട്ട് ഒരു 4 മാർക്കിന് ചോദിക്കും. വിച്ച് ആർ ദ ഡിഫറെന്റ് ഇഷ്യൂസ് ഇൻ ഡിസിഷൻ ട്രീ ലേണിംഗ് എന്നൊരു ക്വസ്റ്റ്യൻ വരാം. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ ഓരോ ഇഷ്യൂസ് എടുത്തിട്ട് ആ ഇഷ്യൂസ് ഡിസ്കസ് ചെയ്യാണ് അടുത്തായിട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ ഫസ്റ്റ് എടുക്കുന്ന ഇഷ്യൂ എന്താണ്? അവോയ്ഡിങ് ഓവർ ഫിറ്റിംഗ് ദ ഡാറ്റ. ഓവർ ഫിറ്റിംഗ് എങ്ങനെ സോൾവ് ചെയ്യാം? ഓക്കെ, ഓവർ ഫിറ്റിംഗ് ദ ഡാറ്റ എന്ന പ്രോബ്ലം എങ്ങനെ സോൾവ് ചെയ്യാം? അവോയ്ഡിങ് ഓവർ ഫിറ്റിംഗ് ദ ഡാറ്റ. അതിൽ 2 മെത്തേഡ്, പോസ്റ്റ് പ്രൂണിങ്, പ്രീ പ്രൂണിങ് കൺസേൺ. ഇതൊക്കെ എക്സാമിന് ചോദിക്കുന്നതാണ് ഡിസ്ക്രിപ്റ്റീവ് ആയിട്ട്. അപ്പൊ അതൊക്കെ ഡിസ്കസ് ചെയ്യാനുണ്ട്. നമുക്കത് ഫസ്റ്റ് അവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഇത് 2 ആൾട്ടർനേറ്റീവ് മെഷേഴ്സ് ആണ്. ഈ മെഷേഴ്സിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യണം. അപ്പൊ നമ്മളിപ്പം ഡിസ്കസ് ചെയ്യുന്നതെന്ന് വെച്ചാല് ഡിസിഷൻ ട്രീയിലെ ഡിഫറെന്റ് ഇഷ്യൂസ് ഏതൊക്കെയാണ്, അതെങ്ങനെ ഹാൻഡിൽ ചെയ്യാന്നൊക്കെയാണ് നമുക്ക് ഇനി ഡിസ്കസ് ചെയ്യേണ്ടത്. ഓക്കെ, ഓവർ ഫിറ്റിംഗ് എന്ന് യൂഷ്വലി ദ ID3 അൽഗോരിതം ഗ്രോസ്. ID3 ആണ് നമ്മുടെ ഡിസിഷൻ ട്രീ ലേണിംഗ് അൽഗോരിതം. ID3 അൽഗോരിതം grows each branch of the tree just deeply enough to perfectly classify the training example. അതായത് യൂഷ്വലി എന്ത് സംഭവിക്കുമെന്ന് വെച്ചാൽ ID3 അൽഗോരിതം എന്ത് ചെയ്യും? മാക്സിമം ഡെപ്തിലോട്ട് ഗ്രോ ചെയ്യും. അതായത് അതിലെ ലീഫ് നോട്ട്സ് പെർഫെക്റ്റ്ലി ക്ലാസിഫൈ ദ ട്രെയിനിങ് എക്സാമ്പിൾ. ട്രെയിനിങ് എക്സാമ്പിൾസ് ഫുള്ളി പെർഫെക്റ്റ്ലി ക്ലാസിഫൈ ചെയ്യുന്ന രീതിയിൽ ചെയ്യുന്നവരെ ഈ ഡിസിഷൻ ട്രീ ഗ്രോ ചെയ്യുമെന്നാണ് പറയുന്നത്. അതായത് എല്ലാ എക്സാമ്പിൾസിനെയും കറക്റ്റ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്ന രീതിയിൽ ഈ ഡിസിഷൻ ട്രീ ഗ്രോ ചെയ്യാണ് ചെയ്യുക ID3ന്റെ കേസിൽ. അപ്പൊ നമുക്ക് കുറെ ലീഫ് നോഡ് കിട്ടും. ഓരോ ലീഫ് നോഡും ഇതിലെ നമ്മുടെ ട്രെയിനിങ് സെറ്റിലെ എക്സാമ്പിൾസിനെ കറക്റ്റ് ആയിട്ട് ക്ലാസിഫിക്കേഷൻ ചെയ്യണം. ബട്ട് വാട്ട് ഈസ് ദ പ്രോബ്ലം? നമ്മളിവിടെ ഓവർ ഫിറ്റിംഗ് ആണ് പറയുന്നത് അല്ലെ, ഓവർ ഫിറ്റിംഗ്. അപ്പൊ ഇവിടെ ഓവർ ഫിറ്റിംഗ് എപ്പോഴാണ് വരിക? ഓവർ ഫിറ്റിംഗ് എപ്പോഴാണ് വരിക? അതായത് നമ്മുടെ ട്രെയിനിങ് ഡാറ്റയിൽ എന്തുണ്ടാവും? ട്രെയിനിങ് ഡാറ്റ കണ്ടെയ്ൻസ് നോയ്സ്. ട്രെയിനിങ് ഡാറ്റയിൽ നോയ്സ് ഉണ്ടാവുമ്പോഴാണ് ഈ ഓവർ ഫിറ്റിംഗ് വരുന്നത് അല്ലെ, നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ഓക്കെ, but if the training data contains noise or number of training example is too small, then ID3 can produce trees that overfit the data. അപ്പോൾ ട്രെയിനിങ് ഡാറ്റയിൽ നോയ്സ് ഉണ്ടായാൽ ഈ ID3 അൽഗോരിതം എന്ത് ചെയ്യും? ഓവർ ഫിറ്റിംഗ് എന്നൊരു പ്രോബ്ലം ക്രിയേറ്റ് ചെയ്യും. വാട്ട് ഈസ് ഓവർ ഫിറ്റിംഗ്? ഇത് നമ്മൾ സെക്കൻഡ് മോഡ്യൂളിലായിട്ട് പഠിച്ചതാണ്. വാട്ട് ഈസ് മീൻ ബൈ ഓവർ ഫിറ്റിംഗ്? റിഫേഴ്സ് ടു എ മോഡൽ that models the training data too well. അപ്പോൾ ഓവർ ഫിറ്റിംഗ് എന്ന സിറ്റുവേഷൻ എന്താന്ന് ഞാൻ പറഞ്ഞു. അതായത് ഞാൻ നിങ്ങളെ ടീച്ച് ചെയ്യുന്നു, പക്ഷെ ഞാൻ നിങ്ങളെ റോങ് ആയിട്ടുള്ള ഡാറ്റ കൊണ്ടാണ് പഠിപ്പിക്കുന്നത്. അതായത് ഞാൻ നിങ്ങളെ നല്ലോണം പഠിപ്പിച്ചു, പക്ഷെ റോങ് ആയിട്ടുള്ള ഡാറ്റ കൊണ്ടാണ് പഠിപ്പിച്ചത്. അങ്ങനെ ആയാൽ എന്ത് സംഭവിക്കും? നാച്ചുറലി നിങ്ങള്
ഇന്റേണൽ എക്സാംസ് അല്ലെങ്കിൽ ടെസ്റ്റിംഗ് ടൈമില് ഇന്റേണൽ ആയിട്ടുള്ള ടെസ്റ്റിംഗ് ടൈമിൽ നന്നായിട്ട് പെർഫോം ചെയ്യും. പക്ഷെ എക്സ്റ്റേണൽ ടെസ്റ്റിങ്ങിന് പോകുമ്പോൾ നിങ്ങൾ തുടങ്ങും. അങ്ങനെ ഒരു സിറ്റുവേഷൻ വരും. സോ അതാണ് ഓവർ ഫിറ്റിംഗ് എന്ന കൺസെപ്റ്റ്. സോ അതിനെ കുറിച്ച് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ തരുന്നു. സോ ഈ ഈ ഒരു സിറ്റുവേഷൻ ഏതിന്റെ കേസിൽ വരുമെന്നാ പറയുന്നത്? ഡിസിഷൻ ട്രീയുടെ കേസിൽ വരുമെന്നാണ് പറയുന്നത്. So if there is noise in the training data, then the model learns the details and noise in the training data. As a result, it negatively impact the performance of the model on the new data. അപ്പോൾ നിങ്ങൾ ഈ ഒരു ഗ്രാഫ് ഓർമ്മിക്കോ. അപ്പോൾ ഇവിടെ ആക്യുറസി ആണ് y ആക്സിസ്, ഇൻ ദ x ആക്സിസ് ഇറ്റ് ഈസ് ദ കോംപ്ലക്സിറ്റി ഓഫ് ദ ട്രീ. അപ്പോൾ ഒരു കോംപ്ലക്സിറ്റി ഓഫ് ദ ട്രീ എന്ന് വെച്ചാൽ എന്തിനെ ഡിപ്പെൻഡ് ചെയ്യും? നമ്പർ ഓഫ് നോഡ്സിനെ ഡിപ്പെൻഡ് ചെയ്യും. അപ്പോൾ നമ്പർ ഓഫ് നോഡ്സ് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് കോംപ്ലക്സിറ്റിയും ഇൻക്രീസ് ചെയ്യേണ്ടതാണ്. ഓക്കെ, ഈ സൈഡ് ആക്യുറസി. അപ്പോൾ ഇവിടെ ഈ ഗ്രാഫ് നോക്കുക. ഈ ഗ്രാഫില് ഒരു ഡിസിഷൻ ട്രീന്റെ കേസിൽ ഇങ്ങനെയാണ് സംഭവിക്കുക. അതായത് നമ്പർ ഓഫ് നോഡ്സ് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് ഇതിന്റെ ആക്യുറസി ഇങ്ങനെയാണ് ഗ്രോ ചെയ്യുന്നത്. ഇങ്ങനെ ഗ്രോ ചെയ്യും, പിന്നെ ഇങ്ങനെ വരും. ഓക്കെ, ഇതെന്ന് വെച്ചാൽ ട്രെയിനിങ് ടൈമിലെ ആക്യുറസിയാണ്. ഓക്കെ, ദിസ് ഇസ് ദ ട്രെയിനിങ് ടൈം, ആക്യുറസി ഡ്യൂറിങ് ദ ട്രെയിനിങ് ടൈം. അതായത് നമ്മൾ ഒരു മോഡൽ ക്രിയേറ്റ് ചെയ്ത് വാലിഡേഷൻ ചെയ്യുമ്പോഴുള്ള ആക്യുറസിയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. പക്ഷെ ഇത് തന്നെ ടെസ്റ്റിംഗ്, ആക്ച്വൽ ടെസ്റ്റിംഗ് ടൈമിൽ എന്ത് സംഭവിക്കും നോക്കിയേ. അതായത് ആക്യുറസി ഹൈ ആയിരിക്കും. ഇവിടെ നോക്കുക, ഇവിടെ ആക്യുറസി ഹൈ ആണ്. ഇനീഷ്യലി ആക്യുറസി ഹൈ ആയിരിക്കും. ഓക്കെ, ഇങ്ങനെ ആക്യുറസി ഇൻക്രീസ് ചെയ്ത് ഇങ്ങനെ പോയി. നെക്സ്റ്റ് വീണ്ടും നമ്പർ ഓഫ് നോട്ട്സ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഒരു സ്റ്റേജ് എത്തുമ്പോൾ എന്ത് സംഭവിക്കും? ടെസ്റ്റിംഗ് ടൈമിൽ ആക്യുറസി ഡിക്രീസ് ചെയ്യാൻ തുടങ്ങും. ഓക്കെ, ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരും. അതായത് ഈ ഒരു പോയിന്റില് ശ്രദ്ധിക്കുക, ഈ ഒരു പോയിന്റ് കണ്ടോ? ഈ ഒരു പോയിന്റ് കഴിഞ്ഞാൽ, അതായത് ഇത് നമ്പർ ഓഫ് നോഡ്സ് ആണ്, നമ്പർ ഓഫ് നോഡ്സ് ആണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പൊ നമ്പർ ഓഫ് നോഡ്സ് കുറെ അധികമായിട്ട് കുറെ ഇൻക്രീസ് ചെയ്ത് ഒരു പെർട്ടിക്കുലർ ലെവലിൽ അധികം ഇൻക്രീസ് ചെയ്താൽ ടെസ്റ്റിംഗ് ടൈമിൽ സംഭവിക്കുന്ന ആക്യുറസി എന്ത് സംഭവിക്കും? റെഡ്യൂസ് ആവാൻ തുടങ്ങും. ഇതാണ് നമ്മുടെ ഓവർ ഫിറ്റിങ്ങിന്റെ എഫക്റ്റ്. ഡിസിഷൻ ട്രീന്റെ കേസിൽ ഓവർ ഫിറ്റിങ്ങിന്റെ എഫക്റ്റ് എന്താണ്? ഇതൊക്കെ എക്സാമിന് ചോദിക്കാം. എക്സ്പ്ലെയിൻ ദ എഫക്ട് ഓഫ് ഓവർ ഫിറ്റിംഗ് ഓൺ ദ ഡിസിഷൻ ട്രീ എന്നൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് വരാം. ഓക്കെ, അപ്പോൾ ഈ ഒരു ഗ്രാഫ് ഓർമ്മിക്കുക, കൺസെപ്റ്റ് മനസ്സിലാക്കുക. അപ്പോൾ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാല് ഈ ഓവർ ഫിറ്റിംഗ് പ്രോബ്ലം എങ്ങനെ സോൾവ് ചെയ്യാം? അതിനു വേണ്ടിയിട്ട് രണ്ട് മെത്തേഡ് ഉണ്ട്. ഏതൊക്കെയാണ്? ഒന്ന് പ്രീ പ്രൂണിങ് എന്ന് പറയുന്നു. ഓക്കെ, രണ്ടാമത്തെ ഏതാണ്? പോസ്റ്റ് പ്രൂണിങ്. രണ്ട് മെത്തേഡ്സ് ആണ് അപ്ലൈ ചെയ്യുന്നത്. അപ്പൊ ഇത് എക്സാമിന് ചോദിക്കുന്നതാണ്. പ്രീ പ്രൂണിങ് എന്താണ്, പോസ്റ്റ് പ്രൂണിങ് എന്താണ്? അപ്പൊ പ്രീ പ്രൂണിങ് എന്ന് വെച്ചാൽ എന്താണ്? 1 മിനിറ്റ്. ഒരു 2 മിനിറ്റ്സ് ബ്രേക്ക് എടുത്തു. ഓക്കെ, ഓക്കെ,
ഓക്കെ, അപ്പൊ രണ്ട് മെത്തേഡ്സ് ആണുള്ളത്. ഏതൊക്കെയാണ്? പ്രീ പ്രൂണിങ്ങും ഉണ്ട്, പോസ്റ്റ് പ്രൂണിങ്ങും ഉണ്ട്. അപ്പൊ പ്രീ പ്രൂണിങ്ങിൽ എന്താ ചെയ്യുന്നത് നോക്കിയേ. വാട്ട് ഈസ് മീൻ ബൈ പ്രീ പ്രൂണിങ്? അതായത് പ്രൂൺ ചെയ്യാം. പ്രൂൺ ചെയ്യാന്ന് വെച്ചാൽ എന്താണ്? കട്ട് ചെയ്ത് കളയാം. അതായത് ഒരു ട്രീനെ കട്ട് ചെയ്ത് കളയാന്ന് വെച്ചാൽ എന്താണ്? ടൈമിൽ തന്നെ കട്ട് ചെയ്ത് കളയാണ് പ്രീ പ്രൂണിങ് എന്ന് പറയുന്നത്. ഓക്കെ, പ്രീ പ്രൂണിങ് എന്ന് വെച്ചാൽ എന്താണ്? അതായത് നമ്മളൊരു ട്രീനെ ഗ്രോ ചെയ്ത് കൊണ്ടുവരുവാണ്. ട്രീനെ പ്രീ പ്രൂണിങ് എന്ന് വെച്ചാൽ എന്താണ്? വാട്ട് ഈസ് മീൻ ബൈ പ്രീ പ്രൂണിങ്? സ്റ്റോപ്പ് ഗ്രോയിങ് ദ ട്രീ. ഓക്കെ, അപ്പോ ആ ഒരു പോയിന്റ് നോട്ട് ചെയ്യാം. അതായത് ഞാൻ ഓൾറെഡി പറഞ്ഞു, അതായത് ഈ ട്രീനെ മാക്സിമം ഗ്രോ ചെയ്യാനാണ് എപ്പോഴും ID3 അൽഗോരിതം. സോ ഇവിടെ ചെയ്യുന്ന എന്താണ്? സ്റ്റോപ്പ് ഗ്രോയിങ് ദ ട്രീ ഏർലിയർ ബിഫോർ ഇറ്റ് റീച്ചസ് അറ്റ് ദ പോയിന്റ് വേർ ഇറ്റ് പെർഫെക്റ്റ്ലി ക്ലാസിഫൈസ് ദ ട്രെയിനിങ് ഡാറ്റ. ഓക്കെ, മനസ്സിലായില്ല എന്താ ചെയ്യുന്നത്? അങ്ങനെ ഒരു മെത്തേഡ് പ്രീ പ്രൂണിങ്. അതായത് പെർഫെക്റ്റ്ലി ക്ലാസിഫൈ ചെയ്യുന്നതിന് മുന്നേ തന്നെ എന്തെങ്കിലും ഒരു മെത്തേഡ് യൂസ് ചെയ്തിട്ട് കട്ട് ചെയ്ത് കളഞ്ഞുകൊണ്ടിരിക്കണം. ഓക്കെ, അത് പ്രീ പ്രൂണിങ്. And then prune the tree. അത് ഫുള്ളായിട്ട് ഗ്രോ ചെയ്യാൻ വിടുക. അതിനുശേഷം എന്തെങ്കിലും ഒരു മെത്തേഡ് യൂസ് ചെയ്തിട്ട് അൺനെസറി ആയിട്ടുള്ള ബ്രാഞ്ചസ് കണ്ടുപിടിക്കണം. എന്നിട്ട് എന്ത് ചെയ്ത് കളയാ? കട്ട് ചെയ്ത് കളയാണ്. ഓക്കെ, പ്രീ പ്രൂണിങ്ങിനെ കുറിച്ചിട്ട് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കേണ്ട ആവശ്യമില്ല. പ്രീ പ്രൂണിങ് ഈസ് ആക്ച്വലി ഡിഫിക്കൽട്ട്. ഓക്കെ, അതായത് ഒരു ട്രീനെ ഗ്രോ ചെയ്യുന്ന ടൈമിൽ തന്നെ നമ്മളത് കട്ട് ചെയ്ത് ആയിട്ട് ചോദിക്കും. അതായത് വിച്ച് ആർ ദ മെത്തേഡ്സ് ടു അവോയ്ഡ് ഓവർ ഫിറ്റിംഗ് ഇൻ ഡിസിഷൻ ട്രീ? അങ്ങനെ ഒരു ജനറൽ ക്വസ്റ്റ്യൻ വരാം. അല്ലെങ്കിൽ എന്ത് വരാം? അതായത് എക്സ്പ്ലെയിൻ ഓക്കെ, അപ്പൊ നമ്മൾ പോസ്റ്റ് പ്രൂണിങ് കൺസെപ്റ്റിലോട്ട് പോകുന്നു. അപ്പോ എന്താണ് പോസ്റ്റ് പ്രൂണിങ്? സോ കൺസെപ്റ്റ് ഓഫ് പോസ്റ്റ് പ്രൂണിങ് ഈസ് ഓക്കെ, ദിസ് ഈസ് ദ ഒറിജിനൽ ട്രീ. ഇതാണ് ഒറിജിനൽ ട്രീ. അപ്പോ ഈ ഒറിജിനൽ ട്രീയുടെ എറർ ഇത് കണ്ടോ? ദിസ് ഈസ് ദ എറർ.
എറർ ഓഫ് ടി യൂസിങ്, ഇതാണ് ടി എന്ന ട്രീ. ട്രീയുടെ എറർ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെക്കുന്നു. ഓക്കെ, യൂസിങ് ദ വാലിഡേഷൻ സെറ്റ്. അതിനുശേഷം നമ്മൾ ട്രീ കട്ട് ചെയ്ത് കളയും. ഓക്കെ, ടി മൈനസ് എസ് ടി വൺ എന്ന് കാണുന്നില്ല, ടി മൈനസ് എസ് ടി വൺ, വിച്ച് മീൻസ് ഇത് ഒറിജിനൽ ട്രീ ആണ്. ഈ ഒറിജിനൽ ട്രീന്ന് നമ്മൾ എന്ത് ഈ ഒരു സബ് ട്രീ, ആ സബ് ട്രീന്റെ റൂട്ട് ഏതാണ്? ഇതാണ്. ഇത് റൂട്ടായിട്ടുള്ള ഒരു സബ് ട്രീനെ കട്ട് ചെയ്ത് കളയും. ഓക്കെ, കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചു യൂസിങ് ദ വാലിഡേഷൻ സെറ്റ്. ഇനി ഇത് രണ്ടും ഞാൻ കമ്പയർ ചെയ്യുന്നു. ഇതിന്റെ രണ്ടിന്റെയും എറർ ഞാൻ കമ്പയർ ചെയ്യുന്നു. ഓക്കെ, അപ്പോ സംടൈംസ് ഇതിന്റെ എറർ ടി മൈനസ് എസ് ടി വൺ ഇല്ലേ, ടി മൈനസ് എസ് ടി വൺ, അതിന്റെ എറർ ഇതിന്റെ എററുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ലെസ് ആണെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം? ഇംപ്രൂവ് ചെയ്യുക മാത്രമേ ചെയ്യുള്ളൂ. ഓക്കെ, അപ്പോൾ ആരും ഓക്കെ, അറ്റൻഡൻസ് എല്ലാവരും ഇടുന്നുണ്ട്. അടുത്തവരും ഞാൻ തന്നെയാണ്. സോ പ്ലീസ് കോപ്പറേറ്റ്. ഓക്കെ, സോ ഒറിജിനൽ ട്രീ ഉണ്ട്, അതിന്റെ എറർ കാൽക്കുലേറ്റ് ചെയ്തു. എന്നിട്ട് ഞാൻ പ്രൂൺഡ് ട്രീ ഉണ്ടാക്കി, അതിന്റെ എറർ കാൽക്കുലേറ്റ് ചെയ്തു. അപ്പൊ പ്രൂൺഡ് ട്രീയുടെ എറർ ലെസ് ഈസ് കമ്പയർഡ് ടു ദ ആക്ച്വൽ ട്രീ എറർ ആണെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം? പ്രൂണിംഗ് അല്ലേ യൂസ് ചെയ്യും. അപ്പൊ നമ്മള് അതായത് റാൻഡം ആയിട്ട് ചില ബ്രാഞ്ചസ് കട്ട് ചെയ്തിട്ട് അതിന്റെ എറർ പഴയതുമായിട്ട് കമ്പയർ ചെയ്യും. അപ്പൊ പുതിയ കട്ട് ചെയ്തതിന്റെ എറർ ലെസ് ദാൻ പഴയതാണെങ്കിൽ അത് കീപ്പ് ചെയ്താൽ മതി. ഓക്കെ, അതിനെയാണ് ഈ പോസ്റ്റ് പ്രൂണിംഗ് എന്ന് പറയുന്നത്. ഈ മെത്തേഡാണ് പോസ്റ്റ് പ്രൂണിംഗ്. അപ്പൊ ഇതാണ് ഇതിന്റെ ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റ്. സോ ദിസ് ഇസ് ഒറിജിനൽ ട്രീ ടി ആൻഡ് ദിസ് ഇസ് പ്രൂൺഡ് ട്രീ. സോ നെക്സ്റ്റ് അടുത്ത പോയിന്റ് എഴുതിയിട്ടുണ്ട്. ഇഫ് എറർ ഓഫ് ടി മൈനസ് എസ് ടി വൺ ഈസ് ലെസ് കമ്പയർഡ് ടു എറർ ഓഫ് ടി ദെൻ പ്രൂൺഡ് എസ് ടി വൺ. ഓക്കെ, അതായത് എന്ത് ചെയ്യാം? എറർ ഓഫ് ടി മൈനസ് എസ് ടി വൺ ഇതെന്ന് വെച്ചാൽ പ്രൂൺഡ് ആണ്. പ്രൂൺഡ് എറർ ലെസ് കമ്പയർഡ് ടു എറർ ഓഫ് ടി, ഇതെന്ന് വെച്ചാൽ ഒറിജിനൽ ആണ്. ഒറിജിനലുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ലെസ് ആണെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം? ദെൻ ആക്ച്വലി എനിക്ക് അത് പ്രൂൺ ചെയ്ത് ഈ ട്രീ യൂസ് ചെയ്താൽ മതി. ഇതിനെയാണ് പ്രൂണിംഗ് എന്ന് പറയുന്നത്. സോ ഇൻ ദിസ് വേ ഫൈൻഡ് ഔട്ട് ദ സബ് ട്രീ ഹൂസ് റിമൂവൽ റെഡ്യൂസസ് ദ ടെസ്റ്റ് എറർ അറ്റ് ദ മോസ്റ്റ്. അപ്പോ ഈ ഒരു മെത്തേഡ് പോലെ നമ്മൾ റാൻഡം ആയിട്ട് ഡിഫറെന്റ് ബ്രാഞ്ചസ് കട്ട് ചെയ്ത് അതിൽ ഏറ്റവും നല്ലത് കണ്ടുപിടിക്കും. ഓക്കെ, അങ്ങനെയാണ് പോസ്റ്റ് പ്രൂണിങ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ഞാൻ 2 അവർ കണ്ടിന്യൂസ് ആയിട്ട് എടുക്കുന്നത്, നിങ്ങൾ കോപ്പറേറ്റ് ചെയ്യാം. ഓക്കെ, ഞാൻ സ്ലോ ആയിട്ട് എടുക്കുന്നില്ലോ. ഓക്കെ, സോ
എന്താണ് പോസ്റ്റ് പ്രൂണിങ് എന്ന കൺസെപ്റ്റ് മനസ്സിലാക്കുക. സോ വാട്ട് ഈസ് പോസ്റ്റ് പ്രൂണിങ്? ഓക്കെ, അപ്പോ ഒരാളൊന്ന് റെസ്പോണ്ട് ചെയ്ത്, അഖിലെ ഒന്ന് റെസ്പോണ്ട് ചെയ്ത്. വാട്ട് ഈസ് പോസ്റ്റ് പ്രൂണിങ് കൺസെപ്റ്റ്? ബേസിക് കൺസെപ്റ്റ് എന്താണ് അഖിലെ? ഓക്കെ, സോ വാട്ട് ഈസ് പോസ്റ്റ് പ്രൂണിങ്? ഓക്കെ, ഇതാണ് പോസ്റ്റ് പ്രൂണിങ്ങിന്റെ കൺസെപ്റ്റ്. സാരംഗ ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. ഹലോ സാർ. സാരംഗ എന്താ ബേസിക് കൺസെപ്റ്റ് ചെയ്യുന്നത്? സാർ പോസ്റ്റ് പ്രൂണിംഗ് എന്ന് പറയുമ്പോൾ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം റിമൂവ് ചെയ്യുന്നില്ല, കട്ട് ഓഫ് ചെയ്യുന്നില്ല. അതായത് നമ്മളൊരു ട്രീ ഫോം ചെയ്തതിനു ശേഷം ഫോം ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക? നിങ്ങളിപ്പോ ഇമാജിൻ ചെയ്യുക ഒരു സിറ്റുവേഷൻ, അതായത് ഒരു ട്രീ ഉണ്ട്, അതിനെ ഫുള്ളായിട്ട് ഗ്രോ ചെയ്യാൻ വിടുക, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാം? അതിൽ അൺനെസറി ആയിട്ടുള്ള കട്ട് ചെയ്ത് വെക്കുക. കട്ട് ചെയ്തിട്ട് ആക്ച്വലുമായിട്ട് കമ്പയർ ചെയ്തിട്ട് ഇതാക്കുന്ന കൺസെപ്റ്റ്. ഓക്കെ, അപ്പൊ അത് ആ ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കുക. ഓക്കെ, സോ ഇത്രയാണ് ശരിക്കും ആക്ച്വലി പോസ്റ്റ് പ്രൂണിങ്ങിന്റെ ബേസിക് കൺസെപ്റ്റ്. പോസ്റ്റ് പ്രൂണിങ് ഇതാണ്. പിന്നെ എക്സാമിന് റെഡ്യൂസ്ഡ് എറർ പ്രൂണിങ് എന്നൊരു കൺസെപ്റ്റ് ചോദിക്കാറുണ്ട്. റെഡ്യൂസ്ഡ് എറർ പ്രൂണിങ്. ഓക്കെ, അതെന്ന് വെച്ചാൽ ആക്ച്വലി നമ്മൾ പോസ്റ്റ് പ്രൂണിങ് ഇപ്പം പഠിച്ചല്ലോ ഈ ഒരു കൺസെപ്റ്റ്. ഇതേ കൺസെപ്റ്റ് തന്നെയാണ് നമ്മൾ റെഡ്യൂസ്ഡ് എറർ പ്രൂണിങ് എന്നൊരു കൺസെപ്റ്റ് ആയിട്ട് മാറ്റിയെടുക്കുന്നത്. ഓക്കെ, അപ്പോ ഇവിടെ റെഡ്യൂസ്ഡ് എറർ പ്രൂണിങ് എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് എ പോസ്റ്റ് പ്രൂണിങ് മെത്തേഡ്. ഓക്കെ, അപ്പോ ഇതൊരു പോസ്റ്റ് പ്രൂണിങ് മെത്തേഡ് തന്നെയാണ്. ആ പോസ്റ്റ് പ്രൂണിങ് മെത്തേഡ് ദാറ്റ് യൂസസ് ക്രോസ് വാലിഡേഷൻ അപ്രോച്ച്. കണ്ടോ, അതായത് എന്താ പറയുന്നത്? പോസ്റ്റ് പ്രൂണിങ്ങിന്റെ കൺസെപ്റ്റ് ഞാൻ തൊട്ടു മുന്നേ പറഞ്ഞ പോസ്റ്റ് പ്രൂണിങ്ങിന്റെ കൺസെപ്റ്റ് ക്രോസ് വാലിഡേഷൻ വെച്ചിട്ട് അപ്ലൈ ചെയ്യാം. അപ്പൊ ക്രോസ് വാലിഡേഷൻ എന്ന് വെച്ചാൽ എന്താണ് ഈ ക്രോസ് വാലിഡേഷൻ? കുറെ മോഡൽസ് ഉണ്ടെങ്കിൽ ഓരോ മോഡലിന് ഏറ്റവും ബെസ്റ്റ് മോഡൽ കണ്ടുപിടിക്കുന്നതാണ് ക്രോസ് വാലിഡേഷൻ എന്ന് പറയുന്നത്, അല്ലേ? നമ്മൾ സെക്കൻഡ് മോഡ്യൂളിൽ പഠിച്ചിട്ടുണ്ട്, തേർഡ് മോഡ്യൂളിൽ ബൂട്ട് സ്ട്രാപ്പിംഗ്, കെ ഫോൾഡ് ക്രോസ് വാലിഡേഷൻ എന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോ ഇവിടെ പോസ്റ്റ് പ്രൂണിങ് മെത്തേഡ് ക്രോസ് വാലിഡേഷൻ അപ്രോച്ച് യൂസ് ചെയ്തിട്ട് അപ്ലൈ ചെയ്യാം. അതിനെയാണ് ഈ റെഡ്യൂസ്ഡ് എറർ പ്രൂണിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊരു ഓവർഫിറ്റിംഗ്, ഡിസിഷൻ ട്രീയുടെ ഓവർഫിറ്റിംഗ് പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്ന കാര്യം മനസ്സിലാക്കുക. ഓക്കെ, സോ അതിന്റെ അപ്രോച്ച് എന്താണെന്ന് നോക്കുക. അതായത് നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാല് നമ്മുടെ കയ്യിലെ ട്രെയിനിങ് ഡാറ്റേനെ എന്ത് ചെയ്യും? പാർട്ടീഷൻ ചെയ്യും. പാർട്ടീഷൻ ദ ട്രെയിനിങ് ഡാറ്റ ടു ദ ഗ്രോ സെറ്റ് ആൻഡ് വാലിഡേഷൻ സെറ്റ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മുടെ കയ്യിൽ ഒരു ഡാറ്റ സെറ്റ് ഉണ്ടെങ്കിൽ ആ ഡാറ്റ സെറ്റിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഒന്നെന്ന് വെച്ചാൽ ഗ്രോ സെറ്റ്. ഗ്രോ സെറ്റ് എന്ന് വെച്ചാൽ എന്തായിരിക്കും? ട്രീ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം യൂസ് ചെയ്യുന്ന ഡാറ്റ സെറ്റ്, അതാണ് ഗ്രോ സെറ്റ് എന്ന് പറയുന്നത്. പിന്നെ രണ്ടാമത്തത് വാലിഡേഷൻ സെറ്റ്. വാലിഡേഷൻ സെറ്റ് എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ ഗ്രോ ചെയ്തതിന് ശേഷം അതിനെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റിവെക്കുന്ന എക്സാമ്പിൾസ്, അതാണ് വാലിഡേഷൻ സെറ്റ്. ഇങ്ങനെ രണ്ടായിട്ടും ഡിവൈഡ് ചെയ്യാം. നെക്സ്റ്റ് എന്ത് ചെയ്യാം? ദെൻ ബിൽഡ് എ കംപ്ലീറ്റ് ട്രീ യൂസിങ് ഗ്രോ സെറ്റ്. ഗ്രോ സെറ്റ് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാം? കംപ്ലീറ്റ് ആയിട്ടുള്ള ട്രീ എന്ത് ചെയ്യാം? ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, ഗ്രോ സെറ്റ്. അടുത്തത് സെക്കൻഡ് എന്ത് ചെയ്യാം? പ്രൂൺ എ ഡിസിഷൻ ട്രീ നോഡ്. എന്ത് ചെയ്യുന്നു? പ്രൂൺ എ ഡിസിഷൻ ട്രീ നോഡ് ഇൻ ബ്രാക്കറ്റ് pruning a decision tree node consisting of removing the subtree rooted at that node and making it as a leaf node. Okay, അപ്പൊ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാല് ഒരു ട്രീയുടെ നോഡിനെ പ്രൂൺ ചെയ്ത് കളയാം. പ്രൂൺ ചെയ്യാന്ന് വെച്ചാല് നമുക്കറിയാം, ഇപ്പൊ ഒരു ട്രീ ആണെങ്കിൽ ആ ട്രീന്റെ ഒരു ബ്രാഞ്ചിനെ പ്രൂൺ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? അതിന്റെ ആ ഒരു ജോയിന്റ് നമ്മൾ കട്ട് ചെയ്ത് കളയല്ലേ ചെയ്യാം. അതേ കൺസെപ്റ്റ് തന്നെ. അതായത് എന്ത് ചെയ്യും? അതായത് അതിന്റെ റൂട്ടിന്ന്, സബ് ട്രീയുടെ റൂട്ടിന്ന് അതിനെ കട്ട് ചെയ്ത് കളയും. അതാണ് ഇവിടെ പറയുന്നത്. പ്രൂണിങ് എ ഡിസിഷൻ ട്രീ നോഡ് കൺസിസ്റ്റിംഗ് ഓഫ് റിമൂവിംഗ് ദ സബ് ട്രീ റൂട്ടഡ് അറ്റ് ദാറ്റ് നോഡ്
ആൻഡ് മേക്കിംഗ് ഇറ്റ് ആസ് എ ലീഫ് നോഡ്. ഇനി ഈ എക്സാമ്പിൾസിലോട്ട് വരികയാണെങ്കിൽ കണ്ടോ, ഇതാണ് പ്രൂണിങ്. സപ്പോസ് ഇവിടെ എക്സ് ഉണ്ട്, അപ്പോ ഇതിന്റെ താഴെയുള്ള ബ്രാഞ്ചസിനെ കട്ട് ചെയ്ത് കളയാം. അതിനെയാണ് പ്രൂണിങ് എന്ന് പറയുന്നത്. ഓക്കെ, പ്രൂണിങ് എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ് പ്രൂണിങ് എന്ന് അവിടെ പറഞ്ഞു. ഇനി അത്രേ ഉള്ളൂ. നെക്സ്റ്റ്, സോ പ്രൂൺ എ ഡിസിഷൻ ട്രീ നോഡ്, then nodes are pruned only if the resulting pruned tree performs better than the original over a validation set. അപ്പൊ ഇവിടെ അടുത്തായിട്ട് ഒരു പോയിന്റ് പറയുന്നത്, ഈ പ്രൂണിങ് നടക്കണമെങ്കിൽ എപ്പോഴാ പ്രൂൺ ചെയ്യാന്ന് വെച്ചാല് നമ്മുടെ ഒറിജിനൽ ട്രീയുടെ പെർഫോമൻസിനെ കാട്ടിയും, അതായത് നമ്മൾ ഒരു ബ്രാഞ്ച് കട്ട് ചെയ്ത് കളഞ്ഞു, അങ്ങനെയുള്ള ഒരു ട്രീ കിട്ടി. ഈ ഒരു കൺസെപ്റ്റാ പറയുന്നത്. അതായത് ഒറിജിനൽ ട്രീ ഉണ്ട്, പ്രൂൺഡ് ചെയ്തിട്ടുള്ള ഒരു ട്രീ കിട്ടി. അപ്പോ നെക്സ്റ്റ് പറയുന്നത്, നോട്ട്സ് പ്രൂൺ ചെയ്യണമെങ്കിൽ എന്ത് വേണം? നോട്ട്സ് ആർ പ്രൂൺഡ് ഓൺലി ദ റിസൾട്ടിങ് പ്രൂൺഡ് ട്രീ പെർഫോംസ് ബെറ്റർ ദാൻ ദ ഒറിജിനൽ ഓവർ എ വാലിഡേഷൻ സെറ്റ്. അപ്പൊ ഇങ്ങനൊരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യൂ, ഒരു ട്രീന്റെ ഇതിനെ പ്രൂൺ ചെയ്ത് കളയൂ. എനിവേ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാല് ഒരു ട്രീ ക്രിയേറ്റ് ചെയ്യുക, അതിനുശേഷം ഒരു നോഡ് പ്രൂൺ ചെയ്ത് കളയുക. അപ്പൊ പ്രൂൺ ചെയ്യണമെങ്കിൽ ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ നമ്മൾ അതിനെ പ്രൂൺ ചെയ്യുള്ളൂ. പ്രൂൺ ചെയ്തതിന് ശേഷം എന്ത് ചെയ്യാം? പ്രൂൺ ചെയ്തതിന് ശേഷം എന്ത് ചെയ്യാം? അങ്ങനെ നമ്മൾ ദ പ്രോസസ് ഓഫ് പ്രൂണിങ് കണ്ടിന്യൂസ് അണ്ടിൽ ഫർദർ പ്രൂണിങ് ഈസ് ഹാംഫുൾ. അപ്പൊ ഈ ഒരു പ്രോസസ്സ് എന്ത് ചെയ്യുക? നമ്മൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. അതായത് നമ്മൾ ആദ്യം ഒരു ട്രീ ഫുള്ളായിട്ട് ക്രിയേറ്റ് ചെയ്യുക, എന്നിട്ട് നോഡ്സിനെ പ്രൂൺ ചെയ്യുക. അപ്പോൾ ഓരോ പ്രാവശ്യവും നമ്മൾ പ്രൂൺ ചെയ്യേണ്ട കണ്ടീഷൻ എന്താണെന്ന് വെച്ചാല് ഒറിജിനൽ ട്രീയുടെ കാട്ടിയും ബെറ്റർ ആയിട്ട് പ്രൂൺ ചെയ്ത ട്രീ പെർഫോം ചെയ്യെങ്കിൽ മാത്രമേ നമ്മൾ പ്രൂണിങ് ചെയ്യുള്ളൂ. ഈ പ്രോസസ്സ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യുക. അതായത് ഓരോ ബ്രാഞ്ച് കട്ട് ചെയ്ത് റിപ്പീറ്റ് ചെയ്യുക. ദ പ്രോസസ് ഓഫ് പ്രൂണിങ് കണ്ടിന്യൂസ് അണ്ടിൽ ഫർദർ പ്രൂണിങ് ഈസ് ഹാംഫുൾ. ഫർദർ പ്രൂണിങ് ഹാംഫുൾ ആവുന്നവരെ ഈ പ്രൂണിങ് ഇങ്ങനെ സ്മോൾ ആയിട്ട് ചെയ്തുകൊണ്ടേയിരിക്കുക. ഓക്കെ, അപ്പൊ ഈ ഒരു പ്രോസസ്സിനെയാണ് റെഡ്യൂസ്ഡ് എറർ പ്രൂണിങ് എന്ന് പറയുന്നത്. റെഡ്യൂസ്ഡ് എറർ പ്രൂണിങ് എന്ന കൺസെപ്റ്റ് ഇതാണ്. അപ്പോൾ എന്താണ് റെഡ്യൂസ്ഡ് എറർ പ്രൂണിങ് എന്നതിനെ കുറിച്ചിട്ടാണ് ഇവിടെ പറഞ്ഞത്. ബേസിക് കൺസെപ്റ്റ് മനസ്സിലാക്കുക. ഞാൻ ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യുക. എന്താണ് റെഡ്യൂസ്ഡ് എറർ പ്രൂണിങ്? സോ വാട്ട് ഈസ് റെഡ്യൂസ്ഡ് എറർ പ്രൂണിങ്? റെഡ്യൂസ്ഡ് എറർ പ്രൂണിങ് എന്ന് വെച്ചാൽ എന്താണ്? ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചാല്, ഇറ്റ് ഈസ് എ പോസ്റ്റ് പ്രൂണിങ് മെത്തേഡ് ദാറ്റ് യൂസസ് ക്രോസ് വാലിഡേഷൻ അപ്രോച്ച്. അപ്പൊ ക്രോസ് വാലിഡേഷൻ അപ്രോച്ച് എന്താന്ന് നമുക്കറിയാം. കുറെ മോഡൽസ് ഉണ്ടെങ്കിൽ അതിനകത്ത് ബെസ്റ്റ് കണ്ടുപിടിക്കുന്ന ഒരു അപ്രോച്ചാണ് ക്രോസ് വാലിഡേഷൻ. അപ്പൊ ഇങ്ങനെയുള്ള ക്രോസ് വാലിഡേഷൻ അപ്രോച്ച് യൂസ് ചെയ്തിട്ടുള്ള പോസ്റ്റ് പ്രൂണിങ് മെത്തേഡിനെയാണ് റെഡ്യൂസ്ഡ് എറർ പ്രൂണിങ് മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ചെയ്യുന്ന എന്താണ്? പാർട്ടീഷൻ ദ ട്രെയിനിങ് ഡാറ്റ ടു ഗ്രോ സെറ്റ് ആൻഡ് വാലിഡേഷൻ സെറ്റ്. നമ്മൾ എന്ത് ചെയ്യും? അതിനെ ഗ്രോ സെറ്റ് എന്നും വാലിഡേഷൻ സെറ്റ് എന്നും ഡിവൈഡ് ചെയ്യും. എന്നിട്ട് ഗ്രോ സെറ്റ് യൂസ് ചെയ്തിട്ട് ഫുൾ ട്രീ അങ്ങ് ക്രിയേറ്റ് ചെയ്ത് വെക്കും. അതിനുശേഷം എന്ത് ചെയ്യും? നമ്മൾ സ്മോൾ ആയിട്ട് പ്രൂൺ ചെയ്യാൻ തുടങ്ങും. അതായത് ഫുള്ളായിട്ടല്ല പ്രൂൺ ചെയ്യുക, ഓരോരോ ബ്രാഞ്ചസ് ആയിട്ട് പ്രൂൺ ചെയ്യും. ഓക്കെ, അപ്പൊ പ്രൂൺ എ ഡിസിഷൻ ട്രീ നോഡ്. അപ്പൊ ഇത്ര മതി. പ്രൂൺ എ ഡിസിഷൻ ട്രീ നോഡ്. ഞാൻ ഇവിടെ അണ്ടർലൈൻ ചെയ്യുന്ന പോയിന്റ്സ് മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി എക്സാമിന്. പ്രൂൺ എ ഡിസിഷൻ ട്രീ നോഡ് ഇതില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. ഓക്കെ, പ്രൂൺ എ ഡിസിഷൻ ട്രീ നോഡ്. നോഡ്സ് ആർ പ്രൂൺഡ് ഓൺലി ഇഫ് ദ റിസൾട്ടിങ് പ്രൂൺഡ് ട്രീ പെർഫോംസ് ബെറ്റർ ദാൻ ദ ഒറിജിനൽ ഓവർ എ വാലിഡേഷൻ സെറ്റ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഈ പ്രൂണിങ് ഓരോരോ ബ്രാഞ്ചസ് കട്ട് ചെയ്തിട്ടുള്ള പ്രൂണിങ് പെർഫോം ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോ അണ്ടിൽ ഈ ഒരു പ്രോസസ്സ് എത്ര വരെ റിപ്പീറ്റ് ചെയ്യും? അണ്ടിൽ ഫർദർ പ്രൂണിങ് ഈസ് ഹാംഫുൾ. അപ്പൊ ഈ പ്രോസസ്സ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഇതിനെയാണ് ഈ റെഡ്യൂസ്ഡ് എറർ പ്രൂണിങ് എന്ന കൺസെപ്റ്റ് പറയുന്നത്. അപ്പൊ റെഡ്യൂസ്ഡ് എറർ പ്രൂണിങ് എന്താന്ന് ചോദിച്ചാൽ ഈ കൺസെപ്റ്റ് ആണ് എഴുതേണ്ടത്. അപ്പോ അത് നിങ്ങളൊന്ന് വായിച്ചു നോക്കാം. ഓക്കെ,
നെക്സ്റ്റ് വേറെ കുറച്ച് പോയിന്റ്സ് പറയുന്ന പോസ്റ്റ് പ്രൂണിങ് ഈസ് മോർ എഫിഷ്യന്റ്. ഇത് കണ്ടോ, പോസ്റ്റ് പ്രൂണിങ് ആണ് എഫിഷ്യന്റ് എന്ന് പറയുന്നത്. പോസ്റ്റ് പ്രൂണിങ് ഈസ് മോർ എഫിഷ്യന്റ് ബിക്കോസ് ഇറ്റ് വിൽ ബി സിമ്പിൾ ആസ് കമ്പയർഡ് ടു പ്രീ പ്രൂണിങ്. ഓക്കെ, അപ്പൊ പ്രീ പ്രൂണിങ്ങുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ പോസ്റ്റ് പ്രൂണിങ്, ഇപ്പൊ നമ്മൾ മുന്നേ പറഞ്ഞ ഈ മെത്തേഡാണ് സിമ്പിള്. അപ്പോ ഇൻ പ്രീ പ്രൂണിങ്ങിൽ എന്ത് ചെയ്യണം? ഇറ്റ് വിൽ ബി ഡിഫിക്കൽട്ട് ടു എസ്റ്റിമേറ്റ് പ്രീസിയസ്ലി വെൻ ടു സ്റ്റോപ്പ് ഗ്രോയിങ് ദ ട്രീ. അതായത് പ്രീ പ്രൂണിങ്ങില് എപ്പോഴാണ് സ്റ്റോപ്പ് ചെയ്യേണ്ടതെന്ന് നമുക്ക് എസ്റ്റിമേറ്റ് ചെയ്യലെന്ന് വെച്ചാൽ ഡിഫിക്കൽട്ട് ആയിരിക്കും. അതായത് ഫ്യൂച്ചറിലെ ഇതിനെ ബേസ് ചെയ്തിട്ട് വേണം നമ്മൾ ഗ്രോത്ത് സ്റ്റോപ്പ് ചെയ്യാൻ. അത് കുറച്ചും കൂടി ഡിഫിക്കൽട്ടാണ്, പോസ്റ്റ് പ്രൂണിങ്ങിനെക്കാട്ടിയും ഡിഫിക്കൽട്ടാന്ന് പറയുന്നു. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഇതിലുള്ളത്. പിന്നെ ഇതിന്റെ എഫക്റ്റ്, ഇമ്പാക്ട് ഓഫ് റെഡ്യൂസ്ഡ് എറർ പ്രൂണിങ്, ഇത് ഓൾറെഡി പറഞ്ഞു. അതായത് നമ്മുടെ ട്രെയിനിങ് ഡാറ്റ ഇതായിരിക്കും ആക്ച്വലി നമ്മുടെ ട്രെയിനിങ് ഡാറ്റയുടെ കേസിലെ പെർഫോമൻസ്. പിന്നെ രണ്ടാമത്തെ ഗ്രാഫ് എന്ന് വെച്ചാൽ ഇതുണ്ടോ, ഇമ്പാക്ട് ഓഫ് റെഡ്യൂസ്ഡ് എറർ പ്രൂണിങ് ഓൺ ആക്യുറസി. അപ്പോൾ ആദ്യത്തെ ടോപ്പ് കർവ് ഈ ഓൺ ട്രെയിനിങ് ഡാറ്റ എന്തായിരിക്കും? അതായത് ആക്ച്വലി നമ്മുടെ ട്രെയിനിങ് ഡാറ്റയുടെ കേസിൽ കിട്ടുന്ന ആക്യുറസി ആയിരിക്കും ഇത്. പിന്നെ രണ്ടാമത്തെ കർവ് എന്ന് വെച്ചാൽ ഈ മിഡിൽ കർവ് ഉണ്ടോ, ഈ മിഡിൽ കർവ് ഇതെന്തായിരിക്കും? ആക്ച്വലി നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോഴുള്ള ഡാറ്റ ആയിരിക്കും ഇത്. ടെസ്റ്റ് ചെയ്യുമ്പോഴുള്ള ആക്യുറസി ആയിരിക്കും ഈ മിഡിൽ കർവ്. പിന്നെ ഉള്ളതെന്ന് വെച്ചാല് ലാസ്റ്റ് കർവ്. ഇത് ശ്രദ്ധിക്കുക, ഇതുണ്ടോ മിഡിൽ അല്ല, ഈ കർവ്. ഈ കർവാണ് ആക്ച്വലി എന്ത്, നമ്മുടെ ടെസ്റ്റ് ചെയ്യുന്ന ടൈം വിത്തൗട്ട് പ്രൂണിങ് ഉള്ളപ്പോഴേ ഇതായിരിക്കും എറർ. ഈ ലോയിൽ കാണിച്ചിരിക്കുന്നത് ഓൺ ടെസ്റ്റ് ഡാറ്റ വിത്തൗട്ട് പ്രൂണിങ് ചെയ്യുമ്പോൾ ഇതായിരിക്കും കർവ് വരിക, എഫിഷ്യൻസി ഇതായിരിക്കും. ഇനി ഇതിന്റെ മിഡിലിൽ ഒരു കർവ് വേണം. ഈ മിഡിലിലെ കർവ് എന്ന് വെച്ചാല് എന്താണ്? ഈ കർവിനെക്കാട്ടിയും ഈ ബോട്ടത്തിലുള്ള കർവിനെക്കാട്ടിയും കുറച്ച് ഹൈ ലെവലിലല്ലേ, അതായത് കുറച്ചും കൂടി എഫിഷ്യന്റ് ആയിട്ടുള്ള കർവാണ് അതിന്റെ മിഡിലിൽ കാണിച്ചിരിക്കുന്നത്. അതെന്ന് വെച്ചാല് പ്രൂൺ ചെയ്യുമ്പോഴുള്ള പെർഫോമൻസ് ഇൻക്രീസ് ചെയ്യുന്നതാണ് തന്നിരിക്കുന്നത്, ഈ മിഡിൽ ആയിട്ടുള്ള കർവ്. അപ്പൊ ഇത് അതിന്റെ എഫക്റ്റ് ആണ്, ഇമ്പാക്ട് ഓഫ് റെഡ്യൂസ്ഡ് എറർ പ്രൂണിങ് ഓൺ ആക്യുറസി. വെൻ പ്രൂണിങ് ബിഗിൻസ് ദ ട്രീ ഈസ് അറ്റ് മാക്സിമം സൈസ് and lowest accuracy over the test data set. As pruning proceeds, number of nodes reduced and accuracy over the test data set is increases. അപ്പോൾ പ്രൂൺ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് വെച്ചാൽ, അതായത് ഇതിന്റെ ബോട്ടത്തിൽ കാണിച്ചിരിക്കുന്നത് പ്രൂൺ ചെയ്യാത്ത കേസാണ്. പ്രൂൺ ചെയ്യുമ്പോൾ അതിന്റെ ആക്യുറസി എന്താവും? കുറച്ചും കൂടി ഹൈ ആയിട്ട് വരുമെന്നാണ് പറയുന്നത്. നമ്പർ ഓഫ് നോട്ട്സ് ഡിക്രീസ് ചെയ്യുമ്പോൾ ഇവിടെ ഇതാണ് ഇതിന്റെ ആക്യുറസി. അപ്പൊ നിങ്ങൾ ഇതിന്റെ ഈ ഒരു ഗ്രാഫ് ഒന്ന് ഓർമ്മിച്ച് വെച്ചാൽ മതി. പിന്നെ എക്സാമിന് ഇതൊന്നും ചോദിക്കാറില്ല. സോ വാട്ട് ഈസ് പോസ്റ്റ് പ്രൂണിങ്, വാട്ട് ഈസ് റെഡ്യൂസ്ഡ് എറർ പ്രൂണിങ് എന്നൊക്കെ ചോദിക്കാറ്. പിന്നെ ഈ ഒരു ഗ്രാഫ് ജസ്റ്റ് ഒന്ന് ഓർമ്മിച്ച് വെക്കുക, ഇമ്പാക്ട് ഓഫ് റെഡ്യൂസ്ഡ് എറർ പ്രൂണിങ് ഓൺ ആക്യുറസി എന്നൊരു ടോപ്പിക്കാണ്. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് അടുത്തതായിട്ട് നമ്മൾ മൂവ് ചെയ്യുന്നത് which are the alternative measures used instead of the information gain. അപ്പോൾ ഇൻഫർമേഷൻ ഗെയിനിന് പകരം, അതായത് ഇപ്പൊ രണ്ടാമത്തെ ഇഷ്യൂ ആണ്. ആദ്യത്തെ ഇഷ്യൂ എന്ന് വെച്ചാൽ അവോയ്ഡിങ് ഓവർ ഫിറ്റിംഗ് ആണ്. അപ്പോൾ അവോയ്ഡിങ് ഓവർ ഫിറ്റിംഗ് എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നതെന്നൊക്കെ നമ്മളിപ്പം ഡിസ്കസ് ചെയ്തു. രണ്ടാമത്തെ കേസ് എന്ന് വെച്ചാൽ എന്താണ്, അവോയ്ഡിങ് ഓവർ ഫിറ്റിംഗ് എന്താന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഓക്കെ, അതിനുള്ളതാണ് പോസ്റ്റ് പ്രൂണിങ്ങും പ്രീ പ്രൂണിങ്ങും. ഇപ്പൊ ഇത് രണ്ടാമത്തെ ഇഷ്യൂ ആണ്. അതായത് ഏതൊക്കെ ആൾട്ടർനേറ്റീവ് മെഷേഴ്സ് യൂസ് ചെയ്യാം. അപ്പൊ ഏതൊക്കെ ആൾട്ടർനേറ്റീവ് മെഷേഴ്സ് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും? ഇതില്